നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. മോശം കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് ഹീത്രൂ എയർപോർട്ടിൽ നിന്നുള്ള 100ഓളം വിമാനങ്ങൾ റദ്ദാക്കി. UKയുടെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റിനെ തുടർന്നാണ് യാത്രാ വിമാനങ്ങൾ റദ്ദാക്കിയത്. ഇതോടെ ക്രിസ്മസ് വാരാന്ത്യത്തിലെ യാത്രാ ദുരിതം പ്രതീക്ഷിച്ചതിലും ഇരട്ടിയാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഞായറാഴ്ച 100ഓളം വിമാനങ്ങളാണ് ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് റദ്ദാക്കിയത്. യാത്രക്കാർ യാത്ര ചെയ്യുന്നതിന് മുൻപ് എയർലൈനുമായി ബന്ധപ്പെടണമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾക്ക് പുറമെ ഫെറി സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശിയടിക്കുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് വിമാന സർവീസുകളും ഫെറി സർവീസുകളും റദ്ദാക്കിയതിന് പിന്നിലെ കാരണം. റദ്ദാക്കിയ 100 ഫ്ലൈറ്റുകളിൽ 80 എണ്ണവും ബ്രിട്ടീഷ് എയർവേസിൻ്റേതാണ്. മൊത്തം 15,000-ഓളം ആളുകളെ ബാധിക്കുമെന്നാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മോശം കാലാവസ്ഥയും വാഹനത്തിരക്കും എല്ലാം കൂടി ചേർന്ന് പ്രധാന റോഡുകളിലെ യാത്ര ദുരിതപൂർണ്ണമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കവൻട്രിയിൽ കാൽനടക്കാരനായ മലയാളി യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ച കാറിന്റെ ഡ്രൈവറെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. നടപ്പാതയിലൂടെ നടക്കുകയായിരുന്ന മലയാളി യുവാവിനെ ഇടിച്ചു തെറിപ്പിക്കുകയും അതിനുശേഷം രക്ഷപ്പെടുകയും ചെയ്ത ഡ്രൈവറെ പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 35-കാരനായ മൃദുൽ കോമ്പാറയെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. പരിക്കേറ്റ് കിടന്ന മൃദുലിനെ മറ്റു വഴിയാത്രക്കാരാണ് സഹായിക്കാനെത്തിയത്. സുഹൃത്തുക്കളെ കാണാനായി അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയായിരുന്നപ്പോഴാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഇടത് കാൽക്കുഴയ്ക്കും ഇടുപ്പിനും കാലുകൾക്കും തോളിലും പരിക്കേറ്റിട്ടുണ്ട്. UKയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മൃദുൽ കേരളത്തിലേക്ക് മടങ്ങി. NHSലെ കാത്തിരിപ്പ് സമയം ഒഴിവാക്കാനാണ് മുറിവുകളുമായി ഈ യുവാവിന് നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കവൻട്രി പോലീസ് പറഞ്ഞു. ഡ്രൈവറെ തിരിച്ചറിയാനായി ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു. കാർ പാർക്കിംഗ് ഫീസ് ഉയർത്തി NHS ട്രസ്റ്റുകൾ. ഇംഗ്ലണ്ടിലെ 0.25% ട്രസ്റ്റുകളാണ് നടപടി സ്വീകരിച്ചത്. ചുരുങ്ങിയത് 37 ട്രസ്റ്റുകൾ പാർക്കിംഗ് ചാർജ് ഉയർത്തിയതായി വിവരാവകാശ നിയമങ്ങൾ പ്രകാരം ലഭിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നു. 2022 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ ഇംഗ്ലണ്ടിലെ ഏകദേശം 25% ട്രസ്റ്റുകളും പാർക്കിംഗ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഇടങ്ങളിൽ ഫീസുകൾ വർദ്ധിപ്പിച്ചേക്കാമെന്നും സൂചനകളുണ്ട്. അനാരോഗ്യം നേരിടുന്ന രോഗികളെ ശിക്ഷിക്കുന്നതാണ് ഈ പരിപാടിയെന്ന് പേഷ്യൻസ് അസോസിയേഷൻ ചാരിറ്റി വിമർശിച്ചു. കനത്ത സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് NHS ട്രസ്റ്റുകൾ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതെന്ന് NHS പ്രൊവൈഡേഴ്സ് ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവ് സഫ്രോൺ കോർഡറി ന്യായീകരിച്ചു. UKയിലെ ഏകദേശം 1 ദശലക്ഷം ആളുകൾക്ക് സമയപരിധിക്ക് മുൻപ് ഈ വിസ ലഭിച്ചിട്ടില്ല. UKയിൽ ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം തെളിയിക്കുന്നതിനും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനുമുള്ള ഈ വിസകൾ ലഭിക്കേണ്ട ഏകദേശം 1 ദശലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ഒരാഴ്ചയിൽ കൂടുതലായിട്ടും ഇതുവരെ അത് ചെയ്തിട്ടില്ല. പൗരന്മാരോ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശമുള്ളവരോ അല്ലാത്ത ബ്രിട്ടീഷ് താമസക്കാർക്ക് UKയിൽ താമസിക്കാനുള്ള അവകാശം തെളിയിക്കുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനമാണ് മുൻ സർക്കാർ സ്ഥാപിച്ച ഈ വിസ പ്രോഗ്രാം. പുതിയ വിസകൾ ഈ മാസം അവസാനത്തോടെ നിലവിൽ വന്നെങ്കിലും ഫിസിക്കൽ ഡോക്യുമെന്റേഷൻ ഉപയോഗിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ UKയിലേക്ക് മടങ്ങാനുള്ള ഗ്രേസ് പീരീഡ് മാർച്ച് വരെ സർക്കാർ നീട്ടിയിട്ടുണ്ട്. മുൻനിര ലണ്ടൻ റെസ്റ്റോറൻറ്റുകളിലെ ജീവനക്കാർ കവർ ചാർജുകൾക്കെതിരെ നിയമ നടപടി പരിഗണിക്കുന്നു. ഹാരോഡ്സ്, സവോയ് ഗ്രിൽ, ഐവി, വോൾസ്ലി എന്നിവ ഉൾപ്പെടെയുള്ള ലണ്ടൻ റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക് തൊഴിലാളികൾക്ക് പോകാത്ത ഡൈനേഴ്സിൻ്റെ ബില്ലുകൾക്ക് കവർ ചാർജ് ചേർക്കുന്നതിനെതിരെ നിയമ നടപടികൾ തൊഴിലാളികൾ പരിഗണിക്കുന്നു. ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന നിയമനിർമ്മാണം ബിസിനസ് ഉടമകളെല്ലാം സേവന നിരക്കുകളും ജീവനക്കാർക്ക് കൈമാറേണ്ടതുണ്ട്. എന്നിരുന്നാലും നിരവധി റെസ്റ്റോറൻറ്റുകൾ നിർബന്ധിത കവർ ചാർജ് സേവന നിരക്കും ചേർക്കുന്നു. ശമ്പളവും ലെവിയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ സംബന്ധിച്ച തർക്കത്തിൽ ചില ജീവനക്കാർ ഈ വാരാന്ത്യത്തിൽ പണിമുടക്കിയിരുന്നു. ഹാരോഡ്സിൽ ലണ്ടൻ റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലുടനീളവും ഒരു ഡൈനറിന് £1 കവർ ചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമത്തിലെ പഴുതുകൾ ചൂഷണം ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾക്കെതിരെ യൂണിയനുകൾ രംഗത്തെത്തിയതോടെ ഈ ഫീസ് ഏർപ്പെടുത്തിയത് വലിയ വിവാദത്തിന് കാരണമായി. മെനു വിലകൾ ഉയർത്താതെ തന്നെ പ്രവർത്തന ചെലവ് വഹിക്കാൻ സഹായിക്കുമെന്ന് അവകാശപ്പെട്ട റെസ്റ്റോറൻറ്റുകൾ ചാർജുകളെ പ്രതിരോധിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.